ഹലോ, ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെയുള്ള ബട്ടർ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അതുപോലെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെയുള്ള നല്ല ബട്ടറാണ്. ഉണ്ടോ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ബട്ടർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. വെറും 2-3 ഇൻഗ്രീഡിയൻസ് മതി. ഞാനിവിടെ ഒരു 1/4 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും നെയ്യൊക്കെ കാണുമല്ലോ, അപ്പോൾ ഒരു 1/4 കപ്പ് നെയ്യാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതോടൊപ്പം ചേർക്കാനായിട്ട് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. ഞാനിന്ന് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആണെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ നെയ്യും എടുത്തു വെച്ചിട്ടുള്ള ഓയിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചെറിയ തണുപ്പുള്ളത് കൊണ്ട് എൻ്റെ കയ്യിലുള്ള നെയ്യ് ഒരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ആ വെജിറ്റബിൾ ഓയിലൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. രണ്ടും ഒരേ അളവിലാണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് സോൾട്ടഡ് ബട്ടറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സമയം ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ഐസ് ക്യൂബ്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് അടച്ച് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഹൈ സ്പീഡിലൊന്ന് മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാം ഇത് കുറച്ച് തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് പോരാ എന്ന് തോന്നുവാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് 1-2 ഐസ് ക്യൂബ്സ് കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരു 1-2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇട്ട ഐസൊക്കെ ഇതിൻ്റെ മുകളിലായിട്ടിങ്ങനെ വന്ന് കിടക്കും. അതങ്ങ് റിമൂവ് ചെയ്യാം. കുറച്ച് ഐസങ്ങ് മെൽറ്റായി പോയിട്ടും ഉണ്ടാവും. ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയ ചതുരത്തിലുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ബട്ടർ പേപ്പറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണേൽ ബോട്ടിലാണേലും വെക്കാം. പക്ഷേ ബോട്ടിലൊക്കെ വെച്ചാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കണ്ടോ, ഈ ഐസ് ഇതിൽ അലിയാതെ തന്നെ കിടപ്പുണ്ടായിരിക്കും. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഈ ബട്ടർ നന്നായിട്ടൊന്ന് ഈ പാത്രത്തിലേക്കാക്കാം. ഇതിപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ചേറെ സമയം ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആ നെയ്യുടെ ഒരു മണമൊക്കെ ചിലപ്പോൾ ഇതിൽ കാണാൻ ചാൻസ് വരും. അതുകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ നെയ്യുടെ മണമൊക്കെ ഒന്ന് മാറി ബട്ടർ പോലെ തന്നെ ആയി കിട്ടും. ഇതിനി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കാം. കുറച്ചൊന്ന് കട്ടിയായി കിട്ടാനാണ്. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ താഴത്തെ ഭാഗത്താണേലും ഇത് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബട്ടർ ഇപ്പോൾ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്നൊന്ന് പുറത്തെടുക്കാം. ഉണ്ടോ, നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെയുള്ള നല്ല ബട്ടർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വലിയ ചിലവൊന്നുമില്ല. കുറച്ച് നെയ്യും എണ്ണയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാൻ എടുത്ത 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് എണ്ണയും കൊണ്ട് ഇതിപ്പോൾ ഒരു 200-210 ഗ്രാമോളം ഉള്ള ബട്ടറാണ് ഞാൻ ഈ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കുറേ ദിവസം നമ്മൾ പാലിൻ്റെ പാടയൊന്നും മാറ്റി വയ്ക്കാതെ തന്നെ വീട്ടിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബട്ടർ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ നെയ്യുടെ സ്മെല്ലൊന്ന് മാറിക്കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.